എല്ലാം നമുക്ക് വേണ്ട വിളികളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാവരും അവിടെ ചെയ്യുന്നുണ്ട്. എപ്പോഴേക്ക് ബോഡി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവിടെ DNA ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സർക്കാരാണെങ്കിലും അവിടുത്തെ സിസ്റ്റം ആണെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഓർക്കുന്നത് 30ാമത്തെ ദിവസം അഞ്ജു സംസാരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെയെങ്കിലും എന്താണെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നായിരുന്നു. നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഫാമിലി കടന്നു പോയത്. അതായത് അർജുനെ തിരിച്ചു കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണ് ആദ്യം മുതലേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ തീരുമാനിച്ച കാര്യമാണ് അർജുനെ തിരിച്ചു കിട്ടൂല. അപ്പം അന്ന് മുതൽ നമ്മൾ മനസ്സിൽ അവൻ ലോറിയിൽ ഉണ്ടാവോ ഇല്ലയോ അതുമാതിരിയുള്ള പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട്. അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേര്. അതേമാതിരി നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അവിടെയുള്ള ഈ ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും KC വേണുഗോപാൽ സാർ, SP നാരായൺ, അവിടുത്തെ ജില്ലാ ഭരണകൂടം, സതീഷ് സെയിൽ സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരുടെ അടുത്തും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ പോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം. ഞാൻ അവിടെ പോയപ്പം കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നുണ്ട്. പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല, അത്രയും ആളുകൾ നിന്നിട്ടുണ്ട്. ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതിയാവും. അപ്പം എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. ഈ മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെടുകയായിരുന്നു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയോ അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ് അത്? മനാഫ്ക ആണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ്ഖാൻ്റെ അപ്പുറത്ത് ഒരു മുബീൻക എന്ന് പറഞ്ഞിട്ട് ലോറിൻ്റെ യഥാർത്ഥ ഓണർ മുബീൻക ആണ്. മനാഫ്ക ആണെങ്കിലും മുബീൻക ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട്. പക്ഷെ നമ്മൾ കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ, അമ്മ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം. അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മനാഫ്ഖാൻ്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബീൻക എന്ന് പറഞ്ഞൊരാളുണ്ട്, ഈ ലോറിൻ്റെ യഥാർത്ഥ ഓണറാണ്. അപ്പോൾ പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട്. പുള്ളി സൈലൻ്റ് ആണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ, അർജുൻ എന്താ സംഭവിച്ചത്, അർജുനെ ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഭയങ്കര വേദനയുള്ള സംഭവമാണ്. നമുക്ക് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടൂല. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ഞങ്ങൾ അനിയനെ. അർജുൻ ഞാൻ ഒരിക്കലും അവനെ വിളിച്ചില്ല, എൻ്റെ കുട്ടനാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ടനാണ്, ഞങ്ങളെല്ലാവരും കുട്ടാന്നാണ് വിളിക്കൽ. കുട്ടന് ഞങ്ങളെ കൂടല്ല, പക്ഷേ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഓനും കൂട്ടിയിട്ടാണ് ഞാൻ വരുമെന്നാണ്. പക്ഷേ ഞാൻ ശിരൂരിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോരും. പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇനി എന്നാ തിരിച്ചു വരിക? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് പറയായിരുന്നു ഞാൻ കുട്ടനെ കൂട്ടി വരും എന്നുള്ളത്. ഇനി ഞാൻ എങ്ങനെയാണ് അങ്ങനെ പറയാം, അല്ല കുറച്ചുകൂടി നോക്കാം നമുക്ക് എന്തെങ്കിലും സാധ്യമായിരിക്കുന്നു. അപ്പം പിന്നെ ഈശ്വർ മാൽപ്പയാണെങ്കിൽ രഞ്ജിത്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ, നിങ്ങൾ വിദഗ്ധന്മാർ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാവരും ഇത് ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. കൂടെ നിന്ന എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും നന്ദി.